യെരുവ നളന്ദ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ 33ാമത് വാർഷികവും 4ാമത് നാടകോത്സവവും സമാപിച്ചു. സമാപന സമ്മേളനം കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളം യെരുവ നളന്ദ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ 33ാമത് വാർഷികവും 4ാമത് നാടകോത്സവവും സമാപിച്ചു. പ്രസിഡന്റ് ജി ആദർശിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗ്രന്ഥശാല സെക്രട്ടറി പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു. ചിലർ മൂളിപ്പാടിക്കൊണ്ട് നടക്കുന്ന അതിമനോഹരമായിട്ടുള്ള നാടകഗാനങ്ങളുടെ പ്രസക്തിയെ കുറിച്ച് നളന്ദയുടെ സെമിനാറിൽ അവതരിപ്പിച്ചു. പക്ഷേ ഈ സെമിനാറുകളൊക്കെ നടന്നപ്പോൾ കഴിഞ്ഞ ദിവസം ചേപ്പാട് രാജേന്ദ്ര സാർ ചോദ്യം കാണിച്ച പോലെ ഒഴിഞ്ഞ കസേരയ്ക്ക് മുമ്പിൽ നിന്ന് പ്രസംഗിക്കേണ്ടതായിട്ട് ആ വിഷയാവതരണങ്ങൾക്ക് വന്നു. ഇനി നമ്മൾ കണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സദസ്സിലെ ആളില്ലായ്മയെ കുറിച്ചൊരു വിഷയം നമ്മൾ നടത്തുന്നതായിട്ടുണ്ട്. സെമിനാർ നടത്തുന്ന സദസ്സിൽ ആളില്ലായ്മ എന്ന വിഷയത്തെ കുറിച്ചൊരു സെമിനാർ നടന്നു. അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒഴിഞ്ഞ കസേരകളിൽ പിന്നെ നമുക്കുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മളെ ഏർപ്പെടുത്തിയിട്ടുള്ള സൗണ്ട്സ് ഈ പ്രദേശമാകെ മൈക്ക് വെച്ച് കെട്ടിയിട്ടുള്ളതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള സെമിനാറുകളൊക്കെ കേൾക്കാനായിട്ട് സാധിച്ചു. കുറെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു തൃപ്തി. കാരണം ആള് വരിക എന്ന് പറയുന്ന നാടകത്തിന് മണി മുഴങ്ങുന്ന ആ സമയത്താണ് നാടകത്തിന് ആള് വരുന്നത്. അതുവരെ നമ്മൾ കൃത്യമായിട്ട് സെമിനാറുകൾ സംഘടിപ്പിച്ചു. എന്നാൽ പോലും ഇനിയും നമ്മൾ ഈ സെമിനാറുകൾ തുറന്നുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് സംഘടിപ്പിക്കാൻ നളന്ദ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയൂ. കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നാട്ടിലൊരു ലൈബ്രറി ഉണ്ടെങ്കിൽ ആ ലൈബ്രറിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല, വായിക്കുന്നില്ല. ഇന്ന് നമ്മളൊക്കെ അന്ന് പണ്ട് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ലൈബ്രറിയൻ ആകുക എന്നുള്ളതായിരുന്നു. കാരണം ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. നമുക്ക് പണ്ട് പുസ്തകങ്ങൾ പഠിക്കാനോ വായിക്കാനോ കിട്ടുന്നത് സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ടുവരുന്ന പേപ്പറുകളായിരുന്നു. കാരണം ഓരോ പുസ്തകമൊന്നും വായിക്കാനുള്ള പൈസ ഇല്ല. സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം തന്നു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് അടുത്തത് വാങ്ങും. അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത് അല്ലേ. ചെറിയ ചെറിയ പേപ്പറുകളിൽ നിന്ന് കിട്ടിയ അറിവുകൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറ അതല്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിവെന്ന് പറയുന്ന വിരൽത്തുമ്പിലാണ്. അവർക്ക് അറിയാൻ വയ്യാത്ത എന്ത് കാര്യവും ഇന്ന് മൊബൈൽ ഫോണുകളിലൂടെ അറിയാൻ പറ്റും. പക്ഷേ അങ്ങനെ കിട്ടുന്ന ഒരു അറിവെന്ന് പറയുന്നത് നമ്മളെ മടിയന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വയപ്രയത്നം ചെയ്യുന്നില്ല. സ്വന്തമായ അറിവ് നേടാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ വിവിധങ്ങളായ പരിപാടികൾ, നാടകത്തെക്കാൾ ഉപരി വിവിധങ്ങളായ ചർച്ചകളിലൂടെ നടന്നു. വിഷയങ്ങൾ ധാരാളം നമ്മൾ അവതരിപ്പിക്കില്ല. ആളുകളുടെ സാന്നിധ്യം കുറവാണെങ്കിൽ പോലും 100 പേരുണ്ടെങ്കിൽ എന്നുള്ളതിലല്ല. ശ്രദ്ധിക്കുന്ന ഒരാളാണ് നമുക്ക് ആവശ്യം, കേൾക്കുന്ന ഒരാളാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഒരാളെങ്കിലും കേൾക്കുന്നുവെങ്കിൽ അത് ഏറ്റവും വലുതാണ് ആ സംഘടന. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് സമ്മാനദാനം നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ, ഗ്രന്ഥശാല പ്രസിഡന്റ് ജി സദാശിവൻ, സെക്രട്ടറി പ്രദീപ് അച്ചൂസ്, ട്രഷറർ ശശികുമാരൻ പിള്ള, വൈസ് പ്രസിഡന്റ് രൂപേഷ്, ബിജു KG, ജോയിന്റ് സെക്രട്ടറി വിഷ്ണു ബാബു, പത്യൂർ വിശ്വൻ, രവിശങ്കർ, സൂര്യ സുരേഷ്, എസ് അജയകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചിറയൻകീഴ് അനുഗ്രഹ അവതരിപ്പിച്ച ചിത്തിര എന്ന നാടകം അരങ്ങേറി. പ്രധാന സമിതികളുടെ 6 നാടകങ്ങൾ, വിവിധ വിഷയങ്ങളിലെ സെമിനാറുകൾ, ആദരവ് ചടങ്ങ്, കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ എന്നിവ നാടകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ഫീഡ് ന്യൂസ് കായംകുളം.